അടുത്ത് നമുക്ക് ഇൻസ്പെക്ടർ ഡയറിയിൽ തന്നെ ട്രാൻസ്ഫോമർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിൻ്റെ പ്രധാന പാർട്ടുകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഔട്ട്ഡോറാണ് ആദ്യം കാണിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഔട്ട്ഡോർ പോൾ മൗണ്ടഡ് ആയിട്ടുള്ളൊരു ട്രാൻസ്ഫോമറാണ് ഈ കാണുന്നത്. ട്രാൻസ്ഫോമർ നമ്മൾ വഴിയിലൊക്കെ കാണാറുള്ളതാണ്, സാധാരണ KCBയുടെ ഇൻസ്റ്റലേഷനുള്ള. അപ്പോൾ അതിൻ്റെ അകത്ത് പാലിക്കേണ്ട ചില മാനദണ്ഡങ്ങളൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. നമ്മുടെ C ചാനൽ സെക്ഷൻസൊക്കെയാണ് അതിൻ്റെ അകത്ത് കൂടുതലും യൂസ് ചെയ്ത പോസ്റ്റുകൾ തമ്മിൽ ബന്ധിപ്പിച്ചേക്കുന്നത്. എന്നിട്ട് അതിൻ്റെ അകത്താണ് നമ്മൾ ഈ ട്രാൻസ്ഫോമറും AB സ്വിച്ചും ലൈറ്റ്നിങ് അറസ്റ്ററും മുതലായ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും അടിയിൽ തൊട്ട് ട്രാൻസ്ഫോമർ നമ്മുടെ പോളിൻ്റെ ഇൻസുലേഷൻ 1.5 മീറ്റർ താഴ്ച വേണം. ഇതാണ് അതിൻ്റെ അകത്ത് കാണിച്ചേക്കുന്നത്. ഇതൊരു എലിവേഷനാണ് കാണുക. അപ്പോൾ 1.5 മീറ്റർ താഴ്ചയിൽ 2 പോസ്റ്റുകൾ കുഴിച്ച് ഒരു H ഷേപ്പിൽ കുഴിച്ചിടുന്നു. എന്നിട്ട് ഓരോന്നിൻ്റെയും ഡിസ്റ്റൻസാണ് കാണിച്ചേക്കുന്നത്. നമ്മുടെ ഈ 750, അതായത് 7.5 മീറ്ററാണ്. പിന്നെ മണ്ണ് മുതൽ ഏറ്റവും തലവരെ, പോസ്റ്റിൻ്റെ തലവരെയുള്ള നീളം, അതായത് മൊത്തം 9 മീറ്റർ പോസ്റ്റ് ആണെങ്കിൽ 1.5 മീറ്റർ ഇതിലും പോയി താഴെയും പോയി ബാക്കി 7.5 മീറ്ററാണ് മുകളിലുണ്ടാവുക. അതിൽ ട്രാൻസ്ഫോമർ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഏകദേശം അതിൻ്റെ ബേസ് വരുന്നത് ഒരു ട്രാൻസ്ഫോമറിൻ്റെ ബേസ് ഇരിക്കുന്ന ഒരു 2.5 മീറ്ററോളം മുകളിലായിട്ടായിരിക്കും. മണ്ണിൽ നിന്ന് നോക്കുമ്പോൾ 2.5 മീറ്ററോളം മുകളിലായിട്ടായിരിക്കും വരുന്നത്. പിന്നെ അതുകൂടാതെ LT ഡിസ്ട്രിബ്യൂഷൻ ബോർഡ്, നമ്മുടെ ഇതിന് ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട് എടുത്ത് പോകുന്നത് ഏകദേശം 2 മീറ്റർ ഹൈറ്റിലായിരിക്കും ഉണ്ടാവുക, സെൻറ്റർ ബോക്സിൻ്റെ സെൻറ്ററിലേക്ക്. അപ്പോൾ ഇതാണ് മെയിൻലി ഫോളോ ചെയ്യുന്ന സ്റ്റാൻഡേർഡ്. പിന്നെ അതിൽ ഉപയോഗിക്കുന്ന ചില C ചാനലിൻ്റെയൊക്കെ സൈസുകൾ 75/40 mm എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും മനസ്സിലാക്കി വയ്ക്കുക. പിന്നെ ട്രാൻസ്ഫോമർ അവിടെ താഴത്തേക്ക് ഓടിക്കാൻ വേണ്ടി ബെൽറ്റിങ് കൊടുത്തിട്ടുണ്ട്. സെഷൻസ് ഉപയോഗിച്ചിട്ടായിരിക്കും ബെൽറ്റിങ് കൊടുത്തേക്കുന്നത്. 50x50x6 അതിൻ്റെ സൈസൊക്കെ, മിനിമം സൈസ് പറയുന്നത്. ഒരു ട്രാൻസ്ഫോമർ 100 kV ഇടണം ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന ഒരു എക്സാമ്പിളാണ് കാണിച്ചേക്കുന്നത്. പിന്നെ അതേപോലെ ഇതിൻ്റെ അകത്ത് എർത്തിങ് റോഡൊക്കെ ചെയ്യുന്ന വിധങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഓരോ LT ലൈനിൻ്റെയും HT ലൈനിൻ്റെയൊക്കെ എത്ര ഹൈറ്റിലൊക്കെ കൊടുക്കാം എന്നുള്ള ഒരു കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. AB സ്വിച്ചിൻ്റെ ഹൈറ്റ് കാണിച്ചിട്ടുണ്ട്, എയർ ബ്രേക്ക് സ്വിച്ച്. അപ്പോൾ പിന്നെ ലൈനുകൾ തമ്മിൽ മിനിമം ഒരു 0.75 അല്ലെങ്കിൽ 0.76 സെൻറ്റിമീറ്റർ 76 mm ഗ്യാപ്പ് വേണം എന്നുള്ള ഒരു കാര്യം കൂടി ഇതിൽ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടതിന് ശേഷം നമുക്ക് ഇൻസ്പെക്ടർ ഡയറിയിലൊന്ന് വായിക്കാം. അപ്പോൾ സപ്ലയറിൻ്റെ മിനിമം ക്ലിയറൻസ് ബിറ്റ്വീൻ സപ്ലയേഴ്സ് ആൻഡ് കൺസ്യൂമേഴ്സ് 11 kV സ്ട്രക്ചർ. അപ്പോൾ 2 11 kV സ്ട്രക്ചർ ഉണ്ടെന്ന് വയ്ക്കുക. സപ്ലയറിൻ്റെ ഭാഗത്തും നമ്മുടെ KCBയുടെ ആളുടെ അടുത്തും, പിന്നെ നമ്മുടെ കൺസ്യൂമർ HT കൺസ്യൂമറാണെന്ന് വയ്ക്കുക. അപ്പോൾ അയാളുടെ അടുത്തും 2 സ്ട്രക്ചർ ഉണ്ടെങ്കിൽ ഇത് തമ്മിൽ 3 മീറ്റർ ഗ്യാപ്പ് വേണം. അപ്പോൾ അത് മിനിമം ക്ലിയറൻസ് 3 മീറ്റർ വേണം. ഇഫ് ഇറ്റ് ഈസ് 5 മീറ്റർ ഓർ ലെസ് ദേ ഷുഡ് ബി ബ്രേസ് ടുഗദർ ബോത്ത് അറ്റ് ദ ടോപ്പ് ഓഫ് ദ മിഡിൽ. അതായത് 3 മീറ്ററാണ് ഗ്യാപ്പ് വേണ്ടത്. ഇപ്പോൾ 5 മീറ്റർ ഓർ ലെസ്സാണ് ഉള്ള ആ ഒരവസ്ഥയാണ് എങ്കിൽ, അപ്പോൾ ഈ പറഞ്ഞ ഗ്യാപ്പ് ആണെങ്കിൽ നമ്മൾ മറ്റേ ഇപ്പോൾ 2 സ്ട്രക്ചർ, ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട സ്ട്രക്ചർ KCBയുടെ അവിടെയുണ്ട്, നമ്മുടെ കൺസ്യൂമറിൻ്റെ അവിടെയും ഇതേപോലത്തെ സ്ട്രക്ചർ, അതായത് ജസ്റ്റ് 11 kVയുടെ പോസ്റ്റ് കൊണ്ടുപോയിട്ട് കയറ്റി കൊണ്ടുപോകുണ്ടാവും ഒരു ജമ്പേഴ്സൊക്കെ യൂസ് ചെയ്ത്. അപ്പോൾ ആ ഒരു ഇതിൽ നിന്ന് നമ്മൾ എടുക്കുകയെന്ന് വയ്ക്കുക. അപ്പോൾ അവരുടെ സ്ട്രക്ചറും നമ്മുടെ സ്ട്രക്ചറും തമ്മിലുള്ള ഗ്യാപ്പ് കുറവാണെങ്കിൽ പരസ്പരം ബ്രേസ് ചെയ്യുക, പരസ്പരം ഒരു ചാനൽസോ എന്തെങ്കിലും ഇട്ട് ലോക്ക് ചെയ്ത് വയ്ക്കുക. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും വീഴാണ്ടിരിക്കുക എന്നുള്ളൊരു മീനിങ്ങൊക്കെയാണ് ഉദ്ദേശിച്ചേക്കുന്നത്. പിന്നെ മിനിമം സൈസ് ഓഫ് RSJ പോൾസ്, അതിൽ യൂസ് ചെയ്യുന്ന ജോയിസ്റ്റ് പോൾസ്, റീൻഫോഴ്സ് സ്റ്റീൽ ജോയിസ്റ്റ് പോൾ എന്ന് പറയും, അതൊക്കെ. പിന്നെ ചാനൽസിൻ്റെ സൈസുകൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഫേസ് ടു ഫേസ് ആൻഡ് ഫേസ് ടു എർത്ത് ക്ലിയറൻസ് ബിറ്റ്വീൻ AB സ്വിച്ച് ഷാൽ ബി മിനിമം 915 mm ആൻഡ് 610 mm റെസ്പെക്റ്റീവ്ലി. അപ്പോൾ നമ്മൾ ആ ഡ്രോയിങ്ങിൽ നോക്കിയാൽ മതി ഫേസ് ടു ഫേസും ഫേസ് ടു എർത്തും തമ്മിൽ AB സ്വിച്ചിൽ എത്ര വന്നു എന്നൊക്കെ. ഇതിൽ AB സ്വിച്ച് മുകളിലുണ്ട്, ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് എടുത്ത് കാണിച്ചിട്ടില്ല. അപ്പോൾ ആ മിനിമം ക്ലിയറൻസ് ആണ് പറഞ്ഞത്. AB സ്വിച്ചുകൾ തമ്മിലുള്ള ഓരോ ഫേസ് ടു ഫേസും എത്തൊക്കെ ഉണ്ടെങ്കിൽ അത് തമ്മിൽ. പിന്നെ 0SWG സൈസുള്ള വയർ കേബിൾ അല്ലെങ്കിൽ നമ്മുടെ ഔട്ട്ഡോർ ലൈൻസ് വേണം യൂസ് ചെയ്യാൻ.
ജമ്പേഴ്സായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി. മാക്സിമം ലെങ്ത് ഓഫ് അൺസപ്പോർട്ടഡ് 11 kV jumpers shall be 2.44 meter for solid conductors and 1.5 meter for standard conductors. അതായത് ഈ ജമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ കേബിൾസ് ആയിരിക്കും, നമ്മുടെ അണ്ടർഗ്രൗണ്ട് കേബിൾ കൊണ്ടുവന്നിട്ട് അത് മുകളിൽ ഈ എ ബി സ്വിച്ചിൻ്റെ അവിടം വരെ എത്തിച്ചിട്ട് അതിൽ നിന്ന് ഒരു വയർ നമ്മുടെ പുറത്തിടുന്ന സാധാരണ ലൈൻ കമ്പി ആയിരിക്കും ജമ്പറായിട്ട് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ സൈസ് 0 SWG ആയിരിക്കണം. പിന്നെ അതിൻ്റെ അത് സപ്പോർട്ടൊന്നും ഇല്ലെങ്കിൽ മാക്സിമം 2.44 മീറ്ററാണ് എടുക്കാൻ പാടുള്ളൂ. സോളിഡ് ആയിട്ടുള്ളതാണെങ്കിൽ, ഒറ്റ കമ്പി പോലൊക്കെ ആണെങ്കിൽ, സോളിഡ് ആണെങ്കിൽ ആ ഒരു ഇതിൽ, അല്ല സ്റ്റാൻഡേർഡ് ആണെങ്കിൽ കുറച്ച് ഫ്ലെക്സിബിലിറ്റി ഉള്ളതായിരിക്കും. അപ്പോൾ 1.5 മീറ്ററൊക്കെ അത് എടുക്കാൻ പാടുള്ളൂ. മിനിമം സേഫ്റ്റി വർക്കിംഗ് ക്ലിയറൻസ് ഓഫ് 2.6 ഷാൽ ബി മെയിൻറ്റെയിൻ ഫോർ ബെയർ കണ്ടക്ടേഴ്സ് ആൻഡ് ലൈവ് പാർട്സ്. അതായത് ലൈൻ ടു ലൈൻ ഗ്യാപ്പ് വന്ന ഏതെങ്കിലും ബെയർ എന്ന് പറഞ്ഞാൽ ഇൻസുലേഷൻ ഇല്ലാത്ത കണ്ടക്ടറുകളും ഇങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ, മീൻസ് ഇതിൽ യൂസ് ചെയ്യുന്ന കണ്ടക്ടേഴ്സും ലൈവായിട്ടുള്ള സപ്ലൈ ഉള്ള പാർട്ടും തമ്മിലൊരു 2.6 മീറ്റർ ഡിഫറൻസ് വേണമെന്നുള്ള പറയുന്നുണ്ട്. ലൈറ്റിംഗ് അറസ്റ്റ് ഷാൽ ബി പ്രൊവൈഡ് ബിറ്റ്വീൻ എ ബി സ്വിച്ച് ആൻഡ് ഡ്രോട്ട് ഓർ HG ഫ്യൂസ്. ലൈറ്റിംഗ് അറസ്റ്റ് പ്രൊവൈഡ് ചെയ്യണ കേസ് പറയുന്നുണ്ട്. അതൊക്കെ നമ്മളതിൽ കണ്ടുവരില്ലേ എന്ന് പറഞ്ഞ്. ട്യൂബ് കൺട്രോൾ എ ബി സ്വിച്ച് ഷാൽ ബി പ്രൊവൈഡഡ് ഫോർ മൾട്ടിപ്പിൾ ട്രാൻസ്ഫോമർ ഇൻസ്റ്റലേഷൻ. കുറേ ഒന്നിൽ കൂടുതലുള്ള ട്രാൻസ്ഫോമർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴത്തേക്കും എ ബി സ്വിച്ച് എല്ലാം, ഇതിൻ്റെ സ്വിച്ചെല്ലാം ഗ്രൂപ്പായിട്ട് കൺട്രോൾ ചെയ്യാം. ഒറ്റയടിക്ക് ഓൺ ആക്കാനുള്ള സംവിധാനം ആണ് ഉദ്ദേശിച്ചത്. മിനിമം ക്ലിയറൻസ് ഫ്രം ഗ്രൗണ്ട് ടു 11 kV ബുഷിങ്സ് ഓഫ് ദ ട്രാൻസ്ഫോമർ ഷാൽ ബി 2.6 മീറ്റർ. നമ്മളിവിടെ കണ്ടല്ലോ ഓൾറെഡി ട്രാൻസ്ഫോമറിൻ്റെ എത്ര ഹൈറ്റിലാണ് വച്ചേക്കണേന്ന് കണ്ടല്ലോ. 366 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 3.66 മീറ്ററിലാണ് വച്ചേക്കുന്നത്, അതിൻ്റെ അടിഭാഗം തന്നെ. അപ്പോൾ ബുഷിംഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിൽ കണക്ഷൻ വന്നതാണ് 11 kV. അപ്പോൾ അതിലും കൂടുതൽ ഹൈറ്റിലുണ്ട് ഓൾറെഡി. പിന്നെ എ ബി സ്വിച്ചിൻ്റെ ഓപ്പറേറ്റിംഗ് ഹാൻഡിൽ മിനിമം 1 മീറ്റർ ടു 1.25 മീറ്റർ ഫ്രം ഗ്രൗണ്ട് ലെവൽ വെക്കണം എന്നുള്ള പറയുന്നുണ്ട്. അതും കാണിച്ചിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് ഹാൻഡിൽ എന്ന് പറഞ്ഞാൽ ഇതിൽ കാണിച്ചിട്ടുണ്ട് കണ്ടോ. 125 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 1.25 മീറ്റർ മിനിമം വെച്ചിട്ടുണ്ട്. 11 kV എ ബി സ്വിച്ച് ഷാൽ ബി 3 ഇൻസുലേറ്റർ ടൈപ്പ്. 3 ഇൻസുലേറ്റർ ഉള്ള ടൈപ്പ്. നമ്മൾ എ ബി സ്വിച്ചിൻ്റെ ഇമേജസ് എടുത്ത് നോക്കേണ്ടി വരും. അതൊക്കെ കാണാം, സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് കാണാം. 3 ഇൻസുലേറ്റർ ആണല്ലോ അതിൽ കാണുന്നത് എ ബി സ്വിച്ചിൽ. 1 2 3 1 2 3 3 സെറ്റ് ഓഫ് ഇൻസുലേറ്റർ ഉള്ള ടൈപ്പ് എ ബി സ്വിച്ച് 3 പോസ്റ്റ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ. പിന്നെ ചുറ്റും വേലി കെട്ടിൻ്റെ കേസ് പറയുന്നുണ്ട്. ഫെൻസിങ് വിത്ത് ഹൈറ്റ് പറയുന്നത് 1.8 മീറ്റർ ഹൈറ്റുള്ള വേലി വേണം. എന്നിട്ട് നമ്മുടെ ട്രാൻസ്ഫോമർ ബോഡിയും തമ്മിൽ ഒരു 1.5 മീറ്റർ ഗ്യാപ്പും വേണം. മിനിമം ക്ലിയർ സ്പേസ് 11 kV അപ്പ് ആൻഡ് ഡൗൺ ജമ്പേഴ്സ് ഷാൽ ബി 11 kV വരുന്ന ജമ്പേഴ്സിൻ്റെ, അതായത് താഴത്തേക്ക് പോകുന്ന ജമ്പേഴ്സിൻ്റെ ക്ലിയറൻസ് 75 സെൻറ്റിമീറ്റർ. അതും നമ്മൾ കണ്ടിരുന്നു. ഇവിടെ കൊണ്ട് 76 എന്ന് കൊടുത്തേക്കുന്ന 11 kV താഴത്തേക്ക് ഇങ്ങനെ വരുന്നത്. അപ്പോൾ അതിൻ്റെ ആ ജമ്പേഴ്സിൻ്റെ കേസാണ് ഈ പറയുന്നത്. ട്രാൻസ്ഫോമറിലേക്ക് എത്തുന്ന അപ്പ് ജമ്പർ, ഡൗൺ ജമ്പർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചതാണ്. ഡൗണിലേക്ക് വരുന്ന ജമ്പേഴ്സാണത്. അപ്പോൾ അതിൻ്റെ ക്ലിയറൻസ് 75 മുകളിൽ വെച്ചിട്ടുണ്ട്. ഈ ഔട്ട്ഡോർ എവിടെ പെർമിറ്റ് ചെയ്യാത്ത? കോർപ്പറേഷൻ നോട്ട് പെർമിറ്റ് ഇൻ കോർപ്പറേഷൻ ഏരിയാസ് ആൻഡ് ദ പ്രെമിസസ് ഓഫ് ഹൈ റൈസ് അപ്പാർട്ട്മെൻറ്റ് ബിൽഡിങ്സ്. അവിടെ സംഭവിക്കുന്നില്ല ഹൈ റൈസ് അപ്പാർട്ട്മെൻറ്റ്സിൻ്റെ അടുത്ത്. ഹൗവർ ഔട്ട്ഡോർ ട്രാൻസ്ഫോമർ വിത്ത് കേബിൾ ആൻഡ് ബോക്സസ് അറ്റ് ബോത്ത് സൈഡ്സ് ആൻഡ് ഇൻഡോർ ബ്രേക്കർ SFU അറ്റ് പ്രൈമറി സൈഡ് മേ ബി പെർമിറ്റഡ് ജുഡീഷ്യസ്ലി. പക്ഷേ ചില സ്ഥലങ്ങളിൽ ഇത് പെർമിറ്റ് ചെയ്യുന്നത്. ഔട്ട്ഡോർ ട്രാൻസ്ഫോമർ വിത്ത് കേബിൾ ആൻഡ് ബോക്സ് വേണം 2 സൈഡിലും. പിന്നെ ഇൻഡോറിൽ ഇത് ഓഫാക്കാൻ ഓണാക്കാനുള്ള സ്വിച്ച് ഫ്യൂസ് യൂണിറ്റ്, പ്രൈമറി സൈഡിൽ സ്വിച്ച് ഫ്യൂസ് യൂണിറ്റ് അടക്കമുള്ള സാധനം പെർമിറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. ഇഫ് മോർ ദാൻ വൺ ട്രാൻസ്ഫോമർ ഹാവിങ് more than 2000 liters of oil are installed in side by side, baffled walls of minimum rating shall be provided in between the transformers. അത് കൂടുതലും ഇൻഡോറിൽ വരുമ്പോൾ കുറച്ചും കൂടി ഇത് വ്യക്തമാവും. 2000 ലിറ്റർ ഓയിലോ അതിലും മുകളിലുള്ള സാധനങ്ങളിൽ 2 ട്രാൻസ്ഫോമർ ഇൻസ്റ്റാൾ ചെയ്യണം. രണ്ടിൻ്റെ ഇടയിലും കുറച്ച് ക്ലിയറൻസിൻ്റെ കേസുകൾ നമ്മൾ ഇൻഡോറിൻ്റെ ഇതിൽ പറയുന്നുണ്ട്. അതുകൂടാതെ അതിൻ്റെ ഇടയിൽ നമ്മളൊരു ഭിത്തി കെട്ടണം. ആ ഭിത്തിക്ക് ഫയർ റേറ്റിംഗ് ഉണ്ടാവണം എന്ന് പറയുന്നത്. അതായത് ആ ഭിത്തി ഇങ്ങനെ, ഇത് ട്രാൻസ്ഫോമർ ഓയിൽ ഫിൽഡ് ആണല്ലോ, അപ്പോൾ അതിൻ്റെ അകത്ത് റിസ്ക് ഓഫ് ഫയറുകളുണ്ട്. അപ്പോൾ 4 അവർ ഫയർ റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ അത്രയും പ്രൊട്ടക്ഷനുള്ള വാൾസ് വേണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്ഡോർ ടൈപ്പിൻ്റെ ആസ് പെർ ഇൻസ്പെക്ടഡ് ഡയറി. ഇതെല്ലാം IS സ്റ്റാൻഡേർഡ്സിൽ നിന്നൊക്കെ അല്ലെങ്കിൽ റെഗുലേഷൻസിൽ നിന്ന് എടുത്ത് അതിൻ്റെ അകത്ത് നിന്ന് ഷോർട്ടാക്കി എടുത്ത് നമുക്ക് തരുന്നതാണ്. അപ്പോൾ നമ്മൾ അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും മനസ്സിലാക്കി വയ്ക്കുക.